ജീവിതവും സ്വപ്നങ്ങളും മൊത്തം ഒറ്റ രാത്രി കൊണ്ട് കുത്തിയൊലിച്ചു പോയവരാണ് മുണ്ടക്കൈയിലെ ജനങ്ങൾ. കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെയെങ്കിലും ജീവൻ പോലും കയ്യിൽ പിടിക്കാൻ കഴിയാതിരുന്നതിന്റെ നിസ്സഹായതയും പേറി ഇന്നും അതിന്റെ ഭീകരതയിൽ നിന്ന് പുറത്തു വരാനാകാതെ ഇരുട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ വികാരങ്ങളെയും നോവിനെയും പോലും കേന്ദ്രം തഴഞ്ഞു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവാസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിലും നിരന്തരമായ സംസ്ഥാന സർക്കാരിന്റെ ശ്രമഫലമായി ഇപ്പോൾ 529.5 കോടി രൂപ വായ്പ അനുവദിച്ചു. എന്നാൽ തുക മാർച്ച് 31-നുള്ളിൽ ചെലവിട്ട് നിശ്ചിത പദ്ധതികൾ പൂർത്തീകരിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് നൽകണമെന്ന ഒരു വലിയ അപ്രായോഗിക നിർദ്ദേശവുമുണ്ട് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലെ 300-ലേറെ മനുഷ്യന് ജീവനും 100 കണക്കിന് വീടും വളർത്തുമൃഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവനോപാധികളും നഷ്ടപ്പെട്ട വൻ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു മുണ്ടക്കൈയിലേത്. മരണപ്പെട്ട പലരെയും ഇനിയും മണ്ണിന്റെ അടിയിൽ നിന്ന് കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തത്തിന് പലകുറി യാചിച്ചു തന്ന തുകയ്ക്ക് എക്സ്പയറി ഡേറ്റ് വെച്ചിരിക്കുന്നത്. തുക അനുവദിച്ചു കിട്ടി 2 മാസത്തിനുള്ളിൽ വലിയൊരു ദുരന്തത്തിന്റെ പാടുകൾ മായ്ച്ചു കളയണമെന്ന് പറയുമ്പോൾ അത് ചെറിയൊരു വെല്ലുവിളിയല്ല. ദുരന്തമുണ്ടായി ആദ്യ ദിവസങ്ങളിൽ തന്നെ അടിയന്തര സഹായത്തിന് സംസ്ഥാനം അപേക്ഷിച്ചെങ്കിലും ഒന്നും ലഭ്യമായില്ല. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ആവശ്യമുള്ള തുകയുടെ വിശദമായ കണക്കായ PDNA നവംബറിൽ സമർപ്പിച്ചു. കേന്ദ്ര സഹായത്തിനായി സർക്കാർ തലത്തിൽ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തി. ഹൈക്കോടതി വരെ ഇടപെട്ടു. പ്രത്യേക പാക്കേജും ഒപ്പം മൂലധന നിക്ഷേപത്തിനായുള്ള കാപെക്സ് ഫണ്ട് വായ്പയായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. 50 വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട പലിശരഹിത വായ്പയാണിത്. ദുരന്തമുണ്ടായി 197-ാം ദിവസമാണ് 592.5 കോടി രൂപ വായ്പയായി അനുവദിക്കുമെന്ന അറിയിപ്പുണ്ടായത്. ടൗൺഷിപ്പിൽ പുനരധിവാസത്തിനും പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനുമായി 111.32 കോടി രൂപയും റോഡ് നിർമ്മാണത്തിന് 87.24 കോടി രൂപയും പുന്നപ്പുഴ നദിയിൽ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കാൻ 65 കോടി രൂപയും അഗ്നിശമന നിലയത്തിന് 21 കോടിയും മുട്ടിൽ മേപ്പാടി റോഡ് നവീകരണത്തിന് 60 കോടിയും ഉൾപ്പെടെ 16 പദ്ധതികൾക്കാണ് വായ്പ. റോഡും പാലവും കെട്ടിടവും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ 45 നാൾ കൊണ്ട് പൂർത്തിയാക്കൽ സാധ്യമല്ല. കേരളത്തിൽ കണ്ണടച്ചു തുറക്കും മുൻപ് അത്ഭുതം തീർക്കാൻ കഴിവുള്ള ഒരു ഭൂതത്തിനെയും കുപ്പിയിലടച്ചു വെച്ചിട്ടുമില്ല. വികസനമല്ല നടത്താൻ പോകുന്നത്, പകരം വേരോടെ പിഴുതെറിയപ്പെട്ട ഒരു നാടിനെയും നാട്ടുകാരെയും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള സഹാനുഭൂതിപരമായ ഒരു പുനരധിവാസമാണ് നടക്കേണ്ടത്. അതിനെ നിമിഷ നേരം കൊണ്ട് പൂർത്തീകരിച്ചു കാണിക്കണമെന്ന് പറയുന്നത് ഫണ്ട് കൃത്യമായി ചെലവഴിച്ചില്ലെന്ന ആരോപണത്തിൽ പിണറായി സർക്കാരിനെ കൊണ്ടുവന്നിടാനും അതുവഴി ഇനി ആനുകൂല്യങ്ങൾ നിഷേധിക്കാനുമുള്ള കുടില തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നതിൽ സംശയമില്ല. ഫണ്ട് വകമാറ്റാനും പറ്റില്ല. മാർച്ച് 31-ന് മുൻപ് മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്നത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഏതായാലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. മുണ്ടക്കൈക്കു വേണ്ടി സഹായവും വായ്പയും ചോദിച്ചിരുന്നു. സഹായം കിട്ടിയില്ലെന്ന് കരുതി പുനരധിവാസം മാറ്റിവെക്കാനാവില്ല. വായ്പ നേരത്തെ അനുവദിച്ചിരുന്നെങ്കിൽ കുറെയെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നുവെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരിനെ മുൻനിർത്തിയാകരുത് എന്ന് മാത്രമേ കേന്ദ്ര സർക്കാരിനോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ.